ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പോലീസിന്റെ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത്. സിസ്റ്റർ പ്രീതി 1-ാം പ്രതിയും സിസ്റ്റർ വന്ദന 2-ാം പ്രതിയുമാണ്. അർജുൻ പീതാംബരൻ തന്നെ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. മതപരിവർത്തനം ഒരു തെറ്റായ ഒരു സംഗതി തന്നെയാണ്. ഓൾറെഡി നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ആര് ചെയ്താലും അത് തെറ്റാണ്. ഇവിടെ അത് തന്നെയാണോ സംഭവിച്ചത്? ഓൾറെഡി ന്യൂസ് എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് 3 സഹോദരിമാരെയും ഒപ്പം സഹോദരനെ 4 പേരെയും കൂടെ ഛത്തീസ്ഗഡിൽ നിന്ന് മറ്റൊരു ആഗ്രയിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുവന്ന് അവർ ജോലിയുടെ ഒരാവശ്യത്തിനാണ് കൊണ്ടുപോകുന്നത്. അപ്പം മലയാളികളായ 2 കന്യാസ്ത്രീകളും അതോടൊപ്പം തന്നെ അല്ലാതൊരു കന്യാസ്ത്രീ, അവിടുത്തുകാരിയായിട്ടുള്ള ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. അവരോട് അവിടെ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാം എന്ന രീതിയിലാണ് സംസാരിച്ചത്. അതിന് അവരുടെ പേരൻസിന്റെയും അതേപോലെ തന്നെ അവരുടെ സമ്മതം കാര്യങ്ങളും എല്ലാം ഉണ്ട്. മറ്റു രീതിയിലൊന്നും അല്ല. അങ്ങനെയാണ് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പം കൊണ്ടുപോകാൻ അവരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ച് ആ ഒരു ടൈമിലാണ് ബജ്രംഗി പ്രവർത്തകര് വന്ന് അതിനെ തടഞ്ഞതും അത് വലിയൊരു സംഘർഷാവസ്ഥയിലോട്ട് മാറിയതും. ആ ടൈമില് പോലീസുകാർ വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. പോലീസ് വളരെ ന്യായത്തിനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന രീതിയിലോട്ടൊക്കെ സംസാരിച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ മതപരിവർത്തനം നടന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമാണ്. നമുക്കതിന് നടന്നു എന്നും ഏതൊരു കാര്യത്തിന് 2 വശം ഉള്ള പോലെ തന്നെ നടന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയാം. അതേപോലെ തന്നെ അവരൊരു നല്ല ഉദ്ദേശം ചെയ്തപ്പോൾ മീൻസ് അവരതിലോട്ട് മാറുമോ എന്ന പേടി കൊണ്ട് ബജ്രംഗി പ്രവർത്തകർ ഇത് ചെയ്താണ് എന്നും പറയാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് കുറച്ചുകൂടെ വൈൽഡായിട്ടാണ്. അതായത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ക്രിസ്തീയ സമൂഹത്തിന് ആ ഒരു ഏരിയയിൽ, മണിപ്പൂര് അങ്ങനെ ആ ഒരു ഏരിയയിൽ നടക്കുന്ന വളരെ മൃഗീയമായിട്ടും വളരെ മോശകരമായിട്ട് ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള പള്ളികൾ കത്തിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് തിരുവസ്ത്രം അണിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട്. അത് ഈ ഒരു വിഷയത്തെ മീൻസ് കുറച്ചുകൂടെ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മള് കന്യാസ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കേണ്ടി വരും. അതായത് ജസ്റ്റ് അവരുടേതായിട്ടുള്ള റിച്വൽസും അവരുടേതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അതിനെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. എവിടുന്നാണ് ഇതൊക്കെ ഇത്രയും മീൻസ് ഇവര് മതപരിവർത്തനം നടത്തിയാലും അതിനെ ഇത്രയും പരസ്യമായിട്ട് എതിർക്കാനും ഇത്രയും രീതിയിൽ അവരെ അറ്റാക്ക് ചെയ്യാനും ഒരു ധൈര്യം എവിടുന്നാണ് കിട്ടുന്നത്? അപ്പൊ അതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം BJP ഭരിക്കുന്നത്, BJP ഫുള്ളി ഒരു മതാടിസ്ഥാനമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പക്ഷേ BJP നല്ല കാര്യങ്ങൾ ചെയ്താൽ കൂടി അതിനെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണും. കാര്യം പ്രവർത്തകർ ആ രീതിയിൽ ആ ഒരു വികാരത്തോടെ എടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ആദ്യം പ്രവർത്തകരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് ഒരിക്കലും നമുക്ക് ഹിന്ദു എന്നൊരു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതത്തിൽ അടിസ്ഥാനപ്പെടുത്തി മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സോഷ്യലിസം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഒരു ഐഡിയോളജിയാണ് ഇന്ത്യയിൽ നിലനിൽക്കെ നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. BJPക്ക് പോലും അവര് തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, അവരും മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പ്രവർത്തകർ മറ്റൊരു രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് മിണ്ടായിരിക്കേണ്ടി വരും. കാര്യം ഈ ബജ്രംഗി ആണെങ്കിലും RSS ആണെങ്കിലും ആ രീതിയിലുള്ള പല രീതിയിലുള്ള സംഘടനകളുടെ ആശയത്തെ വളരെ ഒരു തീവ്ര ഹിന്ദുത്വം എന്ന രീതിയിലോട്ട് ചിന്തിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല, എങ്കിലും നിങ്ങളോട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യ അങ്ങനൊരു സ്ഥലം ആവില്ല. അതായത് ഒരു ഹിന്ദു എന്നൊരു മതത്തിൽ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റത്തില്ല. മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ആ ലെവലിലോട്ട് നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ മാത്രമേ ഇന്ത്യ ഒരു ഡെവലപ്മെന്റ് രാജ്യത്തിലോട്ട് വരികയും ഇന്ത്യയിൽ വളർച്ച ഉണ്ടാവും. അതേപോലെ തന്നെ മുമ്പോട്ട് പോകാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിലോട്ട് തന്നെ പോകും. നാളെ ഹിന്ദുക്കളെ മാത്രമായി കഴിഞ്ഞാൽ ഹിന്ദുവിൽ തന്നെയുള്ള പല വിഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവും എന്നല്ലാതെ വലിയ മാറ്റവും വലിയ ഗുണവും നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാവില്ല. അതുകൊണ്ട് ലോക ജനത മൊത്തം അംഗീകരിച്ച വലിയൊരു ആശയമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. നിങ്ങൾ അതേ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാനും എടുക്കാനും പ്രവർത്തകർ തയ്യാറാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റമുണ്ട്. ദാറ്റ്സ് വൈ അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഈ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം അവര് മതപരിവർത്തനം നടത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഒരു ആംഗിളിക്കടെ തന്നെ ചിന്തിച്ചോ. പക്ഷെ എന്തുകൊണ്ടാണ് അവര് ഈ പറയുന്ന സഹോദരികളും അതേപോലെ തന്നെ സഹോദരനും അതേപോലെ തന്നെ അവരുടെ പേരൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് പോകാൻ പറ്റുന്നത് എങ്ങനെയാണ്?
അതായത് ആ പർട്ടിക്കുലർ സ്ഥലത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിത നിലവാരം മുമ്പോട്ട് കൊണ്ടുപോകാനോ നല്ലൊരു വിദ്യാഭ്യാസമോ നല്ലൊരു ജോലിയോ സാഹചര്യമോ കാര്യങ്ങളോ ഒരുക്കി കൊടുക്കാൻ ഈ പറയുന്ന പ്രവർത്തകർക്കോ ഈ പ്രശ്നം ഉണ്ടാക്കിയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു രീതി ചിന്തിക്കണം. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാതെ മറ്റൊരാൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരതിന്റെ കൂടെ പോകുന്നതിൽ എന്താണ് തെറ്റ്? ആ രീതിയിൽ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇവരിതെല്ലാം അനുഭവിക്കാൻ വേണം, ഇവർക്ക് ഒരു രീതിയിലുള്ള ഒരു സഹായങ്ങളും കൊടുക്കത്തുമില്ല. എന്നാൽ നിങ്ങൾ മറ്റൊരാൾ സഹായത്തിന് പോവുകയും ചെയ്യരുത് എന്ന് പറയുന്നത് വളരെ ഒരു വില കുറഞ്ഞ ചിന്താഗതിയാണ്. അതുകൊണ്ട് അങ്ങൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാനും നമ്മുടെ നാട്ടിൽ തന്നെ മുമ്പോട്ട് പോകാനും എടുക്കാനും ഉള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ആ നാട്ടിലുള്ള ഈ എതിർക്കുന്ന പ്രവർത്തകർ തയ്യാറാവണം. അതേപോലെ തന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന സിസ്റ്റവും അല്ലെങ്കിൽ ആ ഗവൺമെന്റും അതിനു വേണ്ടി തയ്യാറാവണം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് ചിന്തിക്കണം. പിന്നെ ഈ പറഞ്ഞ സിസ്റ്റേഴ്സ് മലയാളികളാണ്. അവര് 10-30 വർഷമായിട്ട് ആ ഒരു സേവന രംഗത്ത് ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒരിക്കലും ഒരു നന്മയുടെ പാതയിലാണ് ചെയ്തെങ്കിൽ ദൈവികമായിട്ട് ഏറ്റവും നല്ല കാര്യം. പക്ഷെ ആരെയും നിർബന്ധിക്കരുത്. അവർ നിങ്ങളിൽ അട്രാക്ട് ആയി വരുന്നെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അതല്ലാതെ ഒരിക്കലും അങ്ങനെ നിർബന്ധിച്ച അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ പല ആൾക്കാർ ശ്രമിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തു നമുക്കറിയില്ല. അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരിക്കാം. പക്ഷെ അതിനകത്ത് നല്ലൊരു ഉദ്ദേശം ഉണ്ടാണ്. നിങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് നല്ലൊരു ജീവിത നിലവാരം കൊടുക്കുന്ന രീതിയിലോട്ടാണ് കൊണ്ടുവന്നത്. അത് കണ്ട് അവർ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ വരുന്നെങ്കിൽ ഓക്കെ ഫൈൻ. അല്ലാത്ത വശമാരെ നിർബന്ധിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അതും തെറ്റായ കാര്യമാണ്. പക്ഷേ ഇതിപ്പം പല മനുഷ്യരെയും വ്രണപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന പല ആൾക്കാരെ ഇത് വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വലിയൊരു ശ്രദ്ധ നേടുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിനെതിരെ ഇനി പലയിടത്തും ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരുണ്ടായില്ലെങ്കിലും പല ആൾക്കാരും ഇപ്പം ഈ ഹിന്ദു മതത്തിൽ തന്നെ വിശ്വസിക്കുന്ന പലരും ക്രിസ്ത്യൻസിനെ ഈ രീതിയിൽ ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ മുസ്ലിംസ് സപ്പോർട്ട് ചെയ്യുന്ന അവരെയും ഈ രീതിയിലോട്ട് വരുന്ന രീതി മറ്റെല്ലാ മതത്തിന്റെ ഒരു കൺസോളിഡേഷൻ അവിടെ ഉണ്ടാവും. ഒരുപക്ഷെ അത് നല്ലൊരു പ്രൊട്ടസ്റ്റായിട്ടോ കാര്യത്തിലോട്ടോ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് വിവേകപൂർണമായിട്ട് പ്രവർത്തിക്കാൻ ഇപ്പം BJP സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രവർത്തകരെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതിങ്ങനെയല്ല. അതിന്റെ നേതാവ് തന്നെ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരും ആ രീതിയിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. നിങ്ങൾ ഒരു ക്യാപ്സ്യൂള് വെച്ചിട്ട് കൊടുത്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും ഇനിയുള്ള കാലത്ത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് 2019 വീണ്ടും നിങ്ങൾക്ക് സീറ്റും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുക. ആൾക്കാർ മാറി ചിന്തിക്കാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അവർ കോൺഗ്രസിനെ മടുത്തുകൊണ്ടാണ് അവർ നിങ്ങൾ BJPയിലോട്ട് വന്നത്. ഇനി അവർ നാളെ നിങ്ങളെ മടുക്കുമ്പോൾ അവർ വീണ്ടും മറ്റു ഒരു ആശയത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോട്ടോ തന്നെ മടങ്ങിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യയുടെ ആശയം വിട്ടിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ നിൽക്കത്തില്ല. ആ ഒരു സത്യം ഏത് പാർട്ടിക്കാരാണെങ്കിലും മനസ്സിലാക്കുക. അതുകൊണ്ട് മതവും കാര്യങ്ങളും ഒക്കെ മനുഷ്യന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവർ മുമ്പോട്ട് നയിക്കാനും വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒന്നും മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിന് മൊത്തത്തിൽ നമ്മളൊന്ന് അവലോകനം ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കന്യാസ്ത്രീകളെ വെറുതെ വിടണമെന്ന് തന്നെയാണ് എന്റെ പക്ഷം. കാര്യം അവര് നോക്കിയതിനുള്ളിൽ ഒരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ വെറുതെ വിടാൻ തന്നെ നിങ്ങൾ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത്തരത്തിൽ ആൾക്കാര് ഇപ്പം ബജരംഗി ആണെങ്കിലും അവർക്ക് ഇത് ഇങ്ങനൊരു പേടിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോകും, അതിനെ തടയണമെന്നാണ് നിങ്ങളുടെ പക്ഷം എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള നിലവാരവും അവർക്ക് നല്ല കാര്യങ്ങളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഈ രീതിയിൽ നിൽക്കുന്നെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാനും എടുക്കാനും പറ്റത്തില്ല. പിന്നെ നിർബന്ധിതമായ ഒരു പരിവർത്തനമാണ് അവിടെ നിന്നതെങ്കിൽ ഞാൻ ബജരംഗി പ്രവർത്തകരെ അനുകൂലിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിനെ അനുകൂലിക്കും. പക്ഷെ അതിനവരെ ആക്രമിക്കുകയും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ ഒന്നും നിങ്ങൾ ഈ രീതിയിലല്ല അത് ഹാൻഡിൽ ചെയ്യണം. അതിന് ഒരു നിയമമുണ്ട്, ഇവിടെ ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. ആ രീതിയിൽ വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ. ഇതാണ് എന്റെ പക്ഷം. അപ്പം ഇന്ത്യ എന്ന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാവുക. ഈ രീതിയിൽ ഈ വിഷയത്തെ കാണുക. ഈ വിഷയം നമ്മുടെ സമൂഹത്തിൽ നിൽക്കേണ്ടത് തന്നെയാണ്. ഇത് മീൻസ് മറ്റുള്ളവരിലോട്ട് എത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. എല്ലാവരും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ അവിടുത്തെ ആൾക്കാർക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ടൊരു ചേഞ്ച് വരുത്താൻ ഈ വിഷയത്തിന് സാധിക്കുന്നു എന്നെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നത്. അല്ലാതെ ഒരു പക്ഷം പിടിക്കാൻ വേണ്ടിയിട്ടല്ല. അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ നാട്ടിൽ തന്നെ അവരുടെ വിശ്വാസങ്ങളും ഇത് വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. ഒരിക്കലും മറ്റൊരു മതത്തിനെ അടിച്ചമർത്താനോ അവരുടെ വിശ്വാസങ്ങളെ വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ അതിനെ പബ്ലിക്കലി പറയുമ്പോൾ അതിനെ അടിച്ചമർത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കാം, അല്ലെങ്കിൽ ആ വിശ്വാസം വേണ്ടാന്ന് വെച്ച് ജീവിക്കാം. അത്രയും തുറന്ന ഏറ്റവും വലിയൊരു
ഒരു ചിന്താഗതിയെ ഇത്രയും വില കുറച്ച് കാണിക്കാൻ നമ്മൾ ഇന്ത്യക്കാരായിട്ട് തയ്യാറാവരുത്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നാണം കെടുകയുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും നല്ലത് സംഭവിക്കാൻ ഈ വിഷയം ഒരു കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകളെ വിടണം എന്നൊരു സ്റ്റാൻഡ് തന്നെയാണ്. അതിനകത്ത് മാറ്റമില്ല. അത് ബാക്കിയുള്ളവരും ഏറ്റെടുത്ത് അങ്ങനെ തന്നെ പറയണം. അതുകൊണ്ട് എന്നാൽ ബജരംഗിയുടെ ആ ഒരു അവർ പറഞ്ഞ കാര്യം സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അവരുടെ പ്രവർത്തന ശൈലി മാറ്റാൻ അവര് തയ്യാറാവണം. ഇതാണ് എന്റെ പക്ഷം. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളും ഒക്കെ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.